സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വളരെ ഗൗരവപൂർവ്വം തന്നെ ചർച്ച ചെയ്യുകയും അതിന്റെ പ്രതികരണങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമാനതകളില്ലാത്ത രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറേ ചികിത്സാ പിഴവ് വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ പിന്നാലെ ഇന്നിപ്പം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുക. അതിനുശേഷം ആശുപത്രി പ്രിൻസിപ്പലുമായിട്ടും സൂപ്രണ്ടുമായിട്ടും വകുപ്പ് മേധാവിമാരുമായിട്ടും ജീവനക്കാരുമായിട്ടും ഒക്കെ അദ്ദേഹം വളരെ വിശദമായ ചർച്ച നടത്തുന്നുണ്ട്. ആശുപത്രി വാർഡുകളൊക്കെ സന്ദർശിച്ച് രോഗികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനാണ് മന്ത്രിയുടെ തീരുമാനം. സരീഷ് പി കെ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം കോഴിക്കോട് നിന്ന് ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം വളരെ വ്യാപ്തിയിൽ ഈ ഒരാഴ്ചക്കിടെ സംസാരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സംസാരിച്ച 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും ഒടുവിൽ സംസാരിച്ച നവജാത ശിശുവിൻ്റെ കൈ പൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസവ സമയത്ത് നവജാത ശിശുവിൻ്റെ കൈ പൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. മറ്റൊന്ന്, റീജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വൃക്കയിലെ മൂത്രക്കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി എത്തുന്ന അദ്ദേഹത്തിന് പിന്നീട് മരണം സംഭവിക്കുന്നു. അത് വലിയ തോതിൽ കേരള സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമാണ്. ഇത് 2 നടന്നിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇതെല്ലാം സമാനമായ മറ്റ് ചില പരാതികളുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട് ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ആശുപത്രി സന്ദർശനത്തിന് പിന്നിൽ. അപ്പം മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഇതൊക്കെ തന്നെ ആയിരിക്കുമോ? ഈ ഇന്നത്തെ ചർച്ചകളിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് ഇന്ന് നടക്കാനുള്ളത് സരീഷ്? സേതു, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മന്ത്രി കെ മുരളീധരൻ ഈ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് സന്ദർശനത്തിലേക്ക് മാറുന്നത്. രാവിലെ 10 മണിക്കാണ് അദ്ദേഹം എത്തുക. ആദ്യമുണ്ടാവുക സൂപ്രണ്ടുമായും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികളുമായുള്ള കൂടിയാലോചനകളാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഹർഷീന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ LDF സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ UDF സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിലാണ് റീജിത്തിന്റെ മരണം സംഭവിക്കുന്നതും നവജാത ശിശുവിന്റെ കൈ ഓപ്പറേഷൻ സമയത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് കൈ ഒടിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഈ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ഹർഷീന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ നിലപാടെടുത്ത UDF സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകളൊക്കെ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണം. അതോടൊപ്പം എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കണം എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗവും അതോടൊപ്പം തന്നെ നിലവാര പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും മന്ത്രി കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ യോഗത്തിൽ വകുപ്പ് മേധാവിമാർ, സൂപ്രണ്ട്, അതോടൊപ്പം തന്നെ അക്കാദമിക് തലത്തിലുള്ള ആളുകൾ, അതായത് അവിടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അക്കാദമിക് ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പറയാനുള്ള അവസരമായിരിക്കും നൽകുക. അതിനുശേഷമായിരിക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന ഉണ്ടാവുക. അവിടെ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകൾക്ക്, അതായത് രോഗികൾക്കും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ സൗകര്യങ്ങളില്ല. കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ളവ പലപ്പോഴും വലിയ പ്രതിസന്ധിയായി മാറാറുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പ് ആളുകൾക്ക് പുറത്ത്, അതായത് ഈ മഴക്കാലത്ത് പോലും വരാന്തയിൽ ഉൾപ്പെടെ കിടക്കേണ്ട വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കെ മുരളീധരൻ ഇവിടെ വടകരയിൽ MP ആയിരുന്നപ്പോഴൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മന്ത്രിയായി തിരിച്ചെത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുക, അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിശോധനയോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് ചില താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ അദ്ദേഹം പരിശോധിക്കും. അതൊരു മിന്നൽ പരിശോധന ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി നടക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച്, കാരണം മെഡിക്കൽ കോളേജുകളെല്ലാം നിലവിൽ പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിനോട് അപ്പുറത്തേക്ക് നിലവിലെ മെഡിക്കൽ കോളേജുകളിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. അവിടെ പരാതികളില്ലാതെ, നേരത്തെ നിയമസഭയിൽ തന്നെ മന്ത്രി പറഞ്ഞത് സിസ്റ്റം തകരാറിലാവുന്നത് മന്ത്രിയുടെ പരാജയമാണ് എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റം സ്വാഭാവിക നിലയിലേക്ക് പോവുക, അവിടെ തകരാറുകളില്ലാതെ പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനക്കാർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നേരിട്ട് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം. എന്തായാലും നിലവിലെ റീജിത്തിന്റെ മരണവും അതോടൊപ്പം തന്നെ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടും വിശദീകരണം തേടും. അതോടൊപ്പം തന്നെ ഷിഗല്ല ഉൾപ്പെടെ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതോടൊപ്പം മഴക്കെടുതികൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ മരുന്നുകളുണ്ടോ തുടങ്ങിയ പരിശോധനയും ഇന്നുണ്ടാകും. വ്യക്തമാണ്. ഇപ്പം മഴക്കെടുതി പറഞ്ഞിട്ട് അവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം സരീഷിന്റെ ഫ്രെയിം കാണുമ്പോൾ അറിയാം നല്ല മഴയുണ്ടോ രാവിലെ തൊട്ട്?
യെല്ലോ അലർട്ട് ആണെങ്കിലും ഒരു ഓറഞ്ച് അലേർട്ടിന്റെ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കാരണം മലയോര മേഖലകളിലൊക്കെ ഇന്നലെ മുതൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലയിലെ നമ്മുടെ ലേഖകരൊക്കെ വിളിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് മഴയുണ്ട്, പക്ഷേ അത്രത്തോളം വലിയ മഴയല്ല, അല്ലെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും നാശങ്ങളില്ല. അതോടൊപ്പം തന്നെ വെള്ളം കയറിയ ഇന്നലെയൊക്കെ വെള്ളം കയറിയ മേഖലയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് നീങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.